മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചില സുപ്രധാനമായ ട്രാൻസ്ഫർ വാർത്തകളിലേക്കാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സമ്മർ ട്രാൻസ്ഫറിൽ കുറച്ച് സൊറകളുണ്ട്, കുറച്ച് പ്രതീക്ഷകളും കുറച്ച് ഗസ്സുകളൊക്കെയാണ് അത് കാര്യങ്ങൾ. പ്രധാനമായിട്ട് വരുന്ന 2-3 കാര്യമുണ്ട്. അതിലൊന്ന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മുടെ ലിവർപൂളിലെ കുറച്ച് താരങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ഒരു വാർത്ത വരുന്നത്. വാർത്ത സ്ഥിരീകരിച്ചതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എങ്കിലും വാർത്ത വരുന്നുണ്ട്. ഒന്ന് മുഹമ്മദ് സലയാണ്. മുഹമ്മദ് സല ഈ സീസൺ കഴിഞ്ഞാൽ എന്താവും അറിയില്ല. അത് മുഹമ്മദ് സലയാണ് ഒന്ന്. പിന്നെ മക്കലിസ്റ്ററാണ്. ഈ രണ്ടും മുഹമ്മദ് സലയുടെ കാര്യത്തിൽ ഏതാണ്ട് സൗദി പോകുമെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. മക്കലിസ്റ്റിൻ്റെ കാര്യം അത്ര ഉറപ്പില്ല, കാരണം മക്കലിസ്റ്റ് നല്ല രീതിയിലാണ് ഇപ്പോൾ ലിവർപൂൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സീസണിൽ എന്താവും എന്നറിയില്ല. അപ്പോൾ ഈ 2 കാര്യം വലിയ ഉറപ്പില്ല. പക്ഷെ ഏകദേശം ഉറപ്പുള്ള ഒരു കാര്യം പറയാം, അത് ആർസണലിൻ്റെ ഒഡേഗാർഡാണ്. ആർസണലിൻ്റെ മിഡ്ഫീൽഡിലെ ഒരു പ്രധാനപ്പെട്ട താരമായ ഒഡേഗാർഡ് ഈ സീസൺ കഴിയുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മാറുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഓൾറെഡി ഒഡേഗാർഡിൻ്റെ ഏജൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് കോൺടാക്ട് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നത്. ഇത് ട്രസ്റ്റബിൾ ആണ്. മിക്കവാറും അടുത്ത സീസണിലെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടെ ഒഡേഗാർഡിനെ കാണാമെന്നൊരു പ്രതീക്ഷയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ. എനിക്കിഷ്ടമാണ് ഒഡേഗാർഡിനെ. അപ്പോൾ മിഡ്ഫീൽഡിലൊന്നും കൂടി സ്ട്രെങ്ത് കൂടി, അതിൽ കാസിമറ ഈ സീസൺ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ മിഡ്ഫീൽഡിലെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒഡേഗാർഡ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി മുതൽ കൂട്ടായിരിക്കും. അപ്പോൾ മുഹമ്മദ് സലയുടെയും മക്കലിസ്റ്ററിൻ്റെയും കാര്യം അത്ര ഉറപ്പില്ല, എങ്കിലും ഒഡേഗാർഡിൻ്റെ ഏതാണ്ട് തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പ്രധാനപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമ്മർ ട്രാൻസ്ഫർ.